ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാർക്കറ്റിന് മേജറായിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണുള്ളതെന്ന്. സോ എക്സാക്ട്ലി ഇന്ന് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ താഴെ തന്നെയാണ് 24,000 എന്നുള്ള മേജർ ആയിട്ടുള്ള ഒരു ലെവലും കൂടി വരുന്നുണ്ട്. പക്ഷെ അത് മാർക്കറ്റ് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന്റെ മുകളിൽ നിന്ന് ചെറിയൊരു റിക്കവറി തന്നിട്ടാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത്. എനിവേ, ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നും ഒരു റെഡ് ക്യാൻഡിൽ ആണ്. കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു റെഡ് ക്യാൻഡിൽ ആണ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം സെബിയുടെ ഭാഗത്തുനിന്നായിട്ടുള്ള പുതിയൊരു ക്ലോസിംഗ് സിസ്റ്റം വന്നതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ട്രെൻഡിൽ പോവുകയായിരുന്നു. സോ ഇന്നും ആ ഒരു പതിവ് തെറ്റിക്കാതെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അതേസമയം ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് സെബി ഇതുവരെ കൊണ്ടുവന്ന ഈ ഒരു പുതിയ ക്ലോസിംഗ് സിസ്റ്റം പ്രകാരം കഴിഞ്ഞ എക്സ്പയറി ഡേ, അതായത് സെൻസെക്സിന്റെ എക്സ്പയറി ഡേയിൽ ഈ ഒരു സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയത് കൊണ്ട് 2 മേജർ ആയിട്ടുള്ള ഈ ഒരു എൻറ്റിറ്റിയെ ബാൻ ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് 3.68 crore പെനാൽറ്റി ഒക്കെ കൊടുത്തുകൊണ്ട്. സോ ഈ ഒരു സിസ്റ്റം ആളുകൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു പെനാൽറ്റി സെബി കൊടുത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പഴയ സിസ്റ്റം മാറ്റിയിട്ട് പുതിയ സിസ്റ്റം കൊണ്ടുവന്നെങ്കിലും അതും ആളുകൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോഴുള്ള റീറ്റെയിൽ ട്രേഡേഴ്സുകൾക്ക് നഷ്ടം വരുത്തുന്നത് ഇതുപോലുള്ള മാനിപ്പുലേഷനുകളാണ്. സോ ആ ഒരു മാനിപ്പുലേഷൻ നടന്നു എന്ന് സെബി തന്നെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ട്. എനിവേ, നമ്മൾ മാർക്കറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നും ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചർ തന്നെയാണ്. മാർക്കറ്റ് ഇനിഷ്യലി ഒന്ന് സെല്ലിങ്ങിലേക്ക് പോകുന്നു, ഒരു ത്രൂ ഔട്ട് കൺസോളിഡേഷൻ. അതുപോലെ തന്നെയാണ് ഇന്നും നമുക്ക് കാണാൻ പറ്റിയത്. മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് സെല്ലിങ് ഇനിഷ്യലി കണ്ടു, പിന്നെ മാർക്കറ്റ് ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 24,000 ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി മാർക്കറ്റ് വീണ്ടും ഈ ഒരു മേജർ ആയിട്ടുള്ള 23,850 എന്നുള്ള ഈ ഒരു ലെവലായിരിക്കാം മാർക്കറ്റ് നെക്സ്റ്റ് നോക്കുക. 24,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലാണ് മാർക്കറ്റിൽ മേജർ ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത്. അതായത് 23,800 എന്നുള്ള ലെവലിലായിരിക്കും മാർക്കറ്റ് ഇനി വരാൻ സാധ്യതയുള്ളത്. എനിവേ, ഇന്ന് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊരു ചെറിയൊരു എമൗണ്ട് ഇനി ബൈ ചെയ്തിട്ടുണ്ട്. ഇന്നലെയും അവർ ബൈയിങ് ആണ്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ബൈയിങ് ആണ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും കാണുന്നില്ല. അവർ ബൈ ചെയ്തിട്ടും മാർക്കറ്റ് സെല്ലിംഗ് സൈഡ് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? പ്രധാനമായിട്ടും നമ്മുടെ ക്രൂഡിന്റെ പ്രൈസ് ഇപ്പോഴും 90ന്റെ മുകളിലാണ്. അതായത് 93 ഇപ്പോൾ ഉള്ളത്. സോ ആ ഒരു പ്രശ്നം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം US ട്രഷറി ബോണ്ടിൽ നല്ലൊരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അത് പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം. സോ എനിവേ, ആ ഒരു പ്രശ്നം US ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് തന്നെ അതിനെതിരെ ചില ആക്ഷനുകൾ എടുത്തത് കൊണ്ട് തന്നെ മേ ബി മാർക്കറ്റിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി അതാണ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ലോവർ ലെവലിൽ ഇപ്പം വന്നിട്ടുണ്ട്. എനിവേ, നാളത്തെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബൈയിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി ഗോൾഡിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട്. നമുക്കറിയാം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 1 വീക്കിന് മുകളിലായിട്ടുള്ള ഒരു റേഞ്ച് ആണ്. ഇന്ന് ഗോൾഡിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ പറ്റിയത്. നല്ലൊരു രീതിയിൽ മാർക്കറ്റ് ബൈയിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് ഇപ്പൊ ഗോൾഡിന്റെ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗോൾഡ് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഒരു ത്രൂ ഔട്ട് ബൈയിങ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു സ്പേക്ക് ഉണ്ടായിട്ടുണ്ട് ഗോൾഡിൽ. ആ ഒരു സ്പേക്ക് ഇപ്പം 4,448 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഉള്ളത് മേജർ ആയിട്ട് 4,500 എന്നുള്ള മേജർ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ ഗോൾഡ് ഉള്ളത്. സോ ഗോൾഡിലും നല്ലൊരു ബൈയിങ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും വീക്ക് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. വീക്കായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിവേ, മാർക്കറ്റ് റിക്കവറി ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.